നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈജിപ്തിൽ വിനോദസഞ്ചാരികളുമായി പോയ മുങ്ങിക്കപ്പൽ തകർന്ന വൻ അപകടം. ഏകദേശം 44 യാത്രക്കാരുമായി കടലിനടിയിലൂടെ കുതിച്ച സിദ്ബാത്ത് എന്ന മുങ്ങിക്കപ്പലാണ് തകർന്നത്. വൻ ദുരന്തം നടന്നതിന്റെ ഞെട്ടലിലാണ് സഞ്ചാരികൾ. അപകടം നടന്ന ഉടനെ തന്നെ രക്ഷാപ്രവർത്തകർ സ്ഥലത്ത് പാഞ്ഞെത്തിയിരുന്നു. അപകടത്തിന്റെ വ്യാപ്തി വലുതെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു. വിനോദസഞ്ചാരികളുമായി പോയ മുങ്ങിക്കപ്പൽ അപകടത്തിൽപ്പെട്ടതായി തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ദുരിതത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 9 പേർക്ക് മാരക പരിക്ക് പറ്റിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇവരുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ചെങ്കടലിലെ ഈജിപ്ഷ്യൻ തീരത്താണ് സംഭവം നടന്നത്. മുങ്ങിക്കപ്പലിൽ 40 യാത്രക്കാർ ഉണ്ടായിരുന്നതായാണ് അറിയുന്നത്. ഈ ഹുർഗദയിൽ പവിഴപ്പുറ്റുകൾ കാണാൻ സമുദ്രത്തിനടിയിലൂടെ മുങ്ങിക്കപ്പലിൽ സഞ്ചരിച്ചവരാണ് അപകടത്തിൽപ്പെട്ടത്. ഹുർഗദയിൽ മരീന ഹോട്ടലിന് മുൻവശത്താണ് സംഭവം നടന്നത്. 29 പേരെ ഇതിനോടകം തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അധികൃതരുടെ വാക്കുകൾ നോക്കുകയാണെങ്കിൽ 65 അടി താഴ്ചയിൽ പവിഴപ്പുറ്റുകൾ കാണാൻ പോകുമ്പോഴായിരുന്നു ദുരന്തം നടന്നത്. കടലിനടിയിലൂടെ കുതിക്കവേ പാറക്കെട്ടിൽ ഇടിച്ചാണ് അപകടം നടന്നത് എന്നാണ് റിപ്പോർട്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നു എന്ന് അധികൃതർ വ്യക്തമാക്കി. അപകടത്തിൽ ഒരു ദമ്പതികൾ മരിക്കുകയും അവരുടെ 2 കുട്ടികളും രക്ഷപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു. അവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കൂടുതൽ യാത്രക്കാർ റഷ്യയിൽ നിന്നുള്ളവരാണെന്നും വിവരം ലഭിക്കുന്നുണ്ട്. ചിലർ അപകടം നടന്നപ്പോൾ നീന്തി രക്ഷപ്പെടുകയും ചെയ്തു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം ഈ ഒരു അന്തർവാഹിനിയുടെ ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കേൾക്കുകയും ഒടുവിൽ ദുരന്ത വാർത്ത പുറത്തു വരികയും ചെയ്ത ഒരു വാർത്തയുണ്ട്. പക്ഷെ നടന്നത് 2023 ജൂൺ 23-നാണ്. അന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാണാതായ സമുദ്ര പേടകത്തെ കുറിച്ച്. ടൈറ്റാനിക് തകർന്നതായി അതായത് ടൈറ്റാനിക്കിന്റെ തകർന്ന അവശിഷ്ടങ്ങൾ കാണാൻ പോയ ടൈറ്റൻ എന്ന ഈ സമുദ്ര പേടകം തകർന്ന വാർത്ത നമ്മൾ കേട്ടിരുന്നു. അന്ന് അതിലുണ്ടായിരുന്ന കുട്ടികളടക്കം മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ നെറ്റലോടുകൂടിയാണ് ആ വാർത്ത കേട്ടത്. ഇപ്പോൾ ഇന്നും ഇതാ പവിഴപ്പുറ്റ് കാണാനായി പോയിരുന്ന 65 അടി താഴ്ചയിൽ പോയ ഈ അന്തർവാഹിനിയെ പൊട്ടിത്തെറിക്കുമ്പോൾ 6 പേർ മരണപ്പെടുന്ന വാർത്ത വരുമ്പോഴും ഇതേ വാർത്ത നമ്മൾ ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്. അന്ന് ടൈറ്റലിനെ 5 യാത്രക്കാരും കൊല്ലപ്പെട്ടതായാണ് അമേരിക്കൻ തീര സംരക്ഷണ സേനയും ഓഷ്യൻ ഗേറ്റ് കമ്പനിയും അന്ന് അറിയിച്ചത്. ടൈറ്റാനിക് കപ്പലിന് 1.5 കിലോമീറ്ററോളം അകലെയാണ് പേടകത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ടൈറ്റാനിക് കപ്പൽ കാണാൻ പോയ സംഘം അപകടത്തിൽപ്പെട്ടത് ഞായറാഴ്ചയായിരുന്നു. അന്നൊരു ഞായറാഴ്ച ദിവസമായിരുന്നു. ടൈറ്റന് ഈ മദർഷിപ്പുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതിന് പിന്നാലെ തന്നെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. കാത്തിരിപ്പും പ്രാർത്ഥനകളും അന്ന് ഒരുപാട് ഉണ്ടായിരുന്നുവെങ്കിലും വിഫലമായിരുന്നു. മുഴുവൻ ശ്രദ്ധയും അന്ന് ഈ ഒരു വിഷയത്തിൽ അന്ന് ലഭിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുൻപേ കടലിന്റെ ആഴങ്ങളിൽ ആണ്ടുപോയ കൂറ്റൻ കപ്പൽ ടൈറ്റാനിക് തേടിപ്പോയ സമുദ്ര പേടകം ഈ ടൈറ്റനും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ചുഴിയിൽ അകന്നു പോവുകയായിരുന്നു. ഓക്സിജന്റെ അളവ് തീരുന്നു എന്ന ആശങ്കകൾക്കിടയിലും പുരോഗമിച്ച തെരച്ചിൽ ദൌത്യം ഒടുവിൽ അവശിഷ്ടങ്ങൾ തട്ടി അവസാനിക്കുകയായിരുന്നു. അമേരിക്കൻ തീരസംരക്ഷണ സേനയാണ് തകർന്ന ടൈറ്റന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ടൈറ്റാനിക്കിന് 1600 മീറ്റർ അകലെയായിരുന്നു 5 ഭാഗങ്ങളിലായ അവശിഷ്ടങ്ങൾ കിടന്നിരുന്നത്. ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 ടൈറ്റന്റെ ഉടമസ്ഥരായ ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ സ്ഥിരീകരണം എത്തുകയായിരുന്നു. തങ്ങളുടെ സിഇഒ അതുപോലെ തന്നെ സ്റ്റോക്കൻ റഷ് ഉൾപ്പെടെ പേടകത്തിലെ 5 യാത്രക്കാരും മരിച്ചതായി കമ്പനി സ്ഥിരീകരിച്ചു. കടലിനടിയിലെ മർദ്ദം താങ്ങാനാകാതെ പേടകം പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത് എന്നാണ് പ്രാഥമിക നിഗമനം അന്ന് പുറത്തുവന്നത്. കൃത്യമായ കാരണം അന്വേഷണത്തിന് ശേഷമേ വെളിപ്പെടുത്തുകയുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ കൃത്യമായി തന്നെ അവർ വിവരം അറിയിച്ചിരുന്നു. ഇത് സമ്മർദ്ദത്തെ തുടർന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്ന് തന്നെയാണ്. പാകിസ്ഥാനി വ്യവസായി ഷെഹസാദ് ദാവൂദ്, മകൻ സുലൈമാൻ ദാവൂദ്, ദുബായിലെ ബ്രിട്ടീഷ് വ്യവസായി ഹാമിഷ് ഹാർഡിംഗ്, അതുപോലെ തന്നെ പൈലറ്റ് പോൾ ഹെൻറി, ഈ നാർസലെ എന്നിവരായിരുന്നു പേടകത്തിലെ യാത്രക്കാർ. ഇവരുടെ മൃതദേഹം എവിടെ എന്ന വ്യക്തമല്ല. അത് കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയില്ല എന്നും അന്ന് US തന്നെ പറഞ്ഞിരുന്നു. അതിനുശേഷം തിരച്ചിൽ അത് അവസാനിപ്പിക്കുകയും ചെയ്തു. ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ സാഹസികരായ യാത്രക്കാരെയും വഹിച്ച ടൈറ്റൻ കടലിനെ അടിത്തട്ടിലേക്കാണ് പോയത്. 2021-ലും 2022-ലും സമാന ദൌത്യം ടൈറ്റർ വിജയകരമായി പൂർത്തീകരിക്കുകയായിരുന്നു. എന്നാൽ ഇക്കുറി യാത്ര പുറപ്പെട്ട് 1.25 മണിക്കൂർ പിന്നിട്ടുമ്പോഴേക്കും ഈ മദർഷിപ്പ് പോളാർ പ്രിൻസുമായുള്ള ബന്ധം നഷ്ടമാവുകയായിരുന്നു. 5 യാത്രക്കാർക്ക് 96 മണിക്കൂർ
മണിക്കൂർ ആവശ്യമായ ഓക്സിജനാണ് പേടകത്തിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് നടന്ന സമാനതകളില്ലാത്ത രക്ഷാദൌത്യത്തിൽ അമേരിക്കയും കാനഡയും ഫ്രാൻസും ബ്രിട്ടനും എല്ലാം പങ്കാളികളായിരുന്നു. വിമാനങ്ങളും കപ്പലുകളും റോബോട്ടുകളും 1700 ചതുരശ്ര കിലോമീറ്ററിൽ പരതി. ഇതിനിടയിൽ ടൈറ്റനിൽ നിന്ന് സംശയിക്കുന്ന സിഗ്നലുകൾ കനേഡിയൻ വിമാനത്തിന് ലഭിച്ചതായും വിവരത്തെ തുടർന്നാണ് പ്രതീക്ഷ കൂടിയത്. പക്ഷേ പ്രതീക്ഷകളെല്ലാം വിഫലമാക്കി വ്യാഴാഴ്ച രാത്രി 12:15 ടൈറ്റൻ തകർന്നു എന്ന വിവരം എത്തുകയായിരുന്നു. എന്തായാലും സാഹസിക യാത്രകളും ഒക്കെ തന്നെ നല്ലതാണ്. എല്ലാവരും പറയാറുണ്ട് ഒരു ജീവിതമല്ലേ ഉള്ളൂ, അതെങ്ങനെ സാഹസികതകൾ അനുഭവിച്ച് കാഴ്ചകൾ കണ്ട ഇഷ്ടമുള്ള കാഴ്ചകൾ തേടി ഭക്ഷണം കഴിച്ച് ഒക്കെ അതങ്ങ് അവസാനിപ്പിക്കാനാണ് താല്പര്യമെന്ന് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷെ പലതും അവസാനിക്കുന്നത് ഇത്തരം ചില ദുരന്തങ്ങളിലേക്ക് എത്തുമ്പോഴാണ് വളരെ ഭയം തോന്നുന്ന ഒരു വാർത്തയായി മാറുന്നത്. എന്തായാലും ഇവിടെയും 6 പേരാണ് മരിച്ചത്. ഏറ്റവും ദാരുണമായത് ദമ്പതികൾ ഉണ്ടായിരുന്നു. അവരുടെ കുഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. വളരെ അതുപോലത്തെ സന്തോഷിച്ചും ആഘോഷിച്ചും ഒക്കെ തന്നെ ഈ കപ്പലിനകത്ത് കയറുന്ന ഈ അന്തർവാഹിനിക്കകത്ത് കയറുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അതായത് ഈ പവിഴപ്പുറ്റുകളെ കാണാനായി ഇറങ്ങി തിരിച്ചപ്പോൾ ഇത്തരമൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പൊട്ടിത്തെറിച്ചത് എന്ന ഒരു അന്വേഷണം കൃത്യമായി തന്നെ നടന്നു വരികയാണ്. ഈ പവിഴപ്പുറ്റുകളുമായി ബന്ധപ്പെട്ട് അനവധി വാർത്തകളും പുറത്തു വന്നിരുന്നു. ഏതായാലും അതൊക്കെ കാണാൻ വേണ്ടി പോകുന്നതിനിടയിലാണ് ഈ ദുരന്ത സംഭവം ഉണ്ടായിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 23ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. അവരുടെയൊക്കെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനമാക്കി തന്നെ നിരവധി ആളുകൾ ആണ് ഈ ഒരു വാർത്ത കേട്ട് ഞെട്ടലോടുകൂടി എത്തിയിരിക്കുന്നത്. 2016 മുതൽ ഈ ഒരു സഞ്ചാരം ആരംഭിച്ചിരുന്നുവെങ്കിലും ആർക്കും ഇതുവരെയും ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടില്ല. എന്തായാലും മുങ്ങിക്കപ്പലിൽ 40 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ഹുർഗദയിലെ പവിഴപ്പുറ്റുകൾ കാണാൻ വേണ്ടി സമുദ്രത്തിനടിയിലേക്ക് മുങ്ങി താഴുകയായിരുന്നു സഞ്ചാരികൾ. ഹുർഗദയിലെ മരീന ഹോട്ടലിന് മുൻവശത്താണ് സംഭവം നടന്നത്. 29 പേരെ ഇതിനോടകം തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ അധികൃതരുടെ വാക്കുകൾ നോക്കുകയാണ്. 65 അടി താഴ്ചയിൽ പവിഴപ്പുറ്റുകൾ കാണാൻ പോകുമ്പോൾ ആയിരുന്നു ദുരന്തം സംഭവിച്ചത്. കടലിനടിയിലൂടെ കുതിക്കവേ പാറക്കെട്ടിൽ ഇടിച്ചാണ് അപകടം സംഭവിച്ചത്.